ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്നാക്കാണ്. നമ്മുടെ ഗോബി 65 അതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗോബി 65 തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതായത് ഇതേപോലുള്ള അധികം കട്ടിയില്ലാത്ത ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കത് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര മതിയാവും. പിന്നെ അത് കിടന്ന് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരുപാട് കുക്കാവരുത്, എന്നാൽ ജസ്റ്റ് ഒന്ന് കുക്കായി വരണം. ഒന്ന് തിളക്കട്ടെ. ഇത് കോളിഫ്ലവർ 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും കിടന്നാൽ അത് അതിൽ കിടന്ന് വെന്തു. അപ്പോൾ ഇത്രയും മതി. ഇത് ഞാൻ മുറിച്ച് വിനാഗിരി ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമാണ് തിളച്ച് വെള്ളത്തിലിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത കേട്ടോ. കാരണം അങ്ങനെ ചെയ്തതിനകത്ത് എന്തെങ്കിലും മരുന്നോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോവും. പിന്നെ അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഇൻസെക്റ്റുകളോ അതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോയി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുത്തുകൊണ്ട് വരാം. കോളിഫ്ലവർ നന്നായിട്ട് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഒട്ടും മോയ്സ്ചർ ആവശ്യമില്ല കേട്ടോ, വെള്ളം ഒട്ടും വേണ്ട. അപ്പം നന്നായിട്ട് നമ്മളൊന്ന് ഊറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ബാക്കിയുള്ള മാവൊക്കെ ചേർക്കാൻ പാടുള്ള. ബാറ്ററൊക്കെ അതിന് ശേഷം തയ്യാറാക്കിയാൽ മതി. നന്നായിട്ട് തണുത്താലേ മസാലയൊക്കെ അതിനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പം ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കോളിഫ്ലവർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒട്ടും ചൂടില്ല, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. അത് നമ്മുടെ കയ്യിലുള്ള കോളിഫ്ലവർ എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കോൺഫ്ലവർ എടുക്കാൻ. ഇത് ഒരുപാടായി പോകുന്നത്, ഒരുപാടായിപ്പോയി ഇത് മാത്രമായിട്ട് അങ്ങ് മുരിഞ്ഞു പോകും. മസാല ഇത് പിടിക്കത്തില്ല അതിനകത്ത്. അപ്പം ഞാൻ ഏകദേശം ഈ സ്പൂണിൽ ഒരു 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് ഏകദേശം ഒരു 1 സ്പൂൺ, അതായത് ഇതിൻ്റെ അത്രയും എമൗണ്ട് നമുക്ക് ആവശ്യമില്ല, ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി അല്ലെങ്കിൽ റൈസ് പൗഡർ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോഴേ നന്നായിട്ട് നമുക്കതൊന്ന് മുരിഞ്ഞ് വരും. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഇത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, അല്ലെങ്കിൽ റെഡ് ചില്ലി പൗഡർ. ഇത് പെപ്പർ, കുരുമുളക് പൊടി, അത് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ. പിന്നെ ഇത് ഒരല്പം ഗരം മസാല, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. പിന്നെ ഇതും ഒരല്പം ബേക്കിംഗ് പൗഡറാണ്, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഇല്ല, ബേക്കിംഗ് പൗഡറാണ്. ഇത്രയും സാധനങ്ങൾ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേരേണ്ടത് റെഡ് ചില്ലി സോസാണ് കേട്ടോ, ടൊമാറ്റോ അല്ല, റെഡ് ചില്ലി സോസാണ്. അതുകൂടി നമുക്കൊരല്പം ചേർത്ത് കൊടുക്കാവേ. ഒരല്പം മതിയാവും. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് കുഴച്ചെടുക്കാം. ഇത്രയും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി കുറേശ്ശെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒട്ടും ലൂസും ആവാത്ത രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. നമുക്ക് ആ കോളിഫ്ലവർ ഇതിനകത്ത് മുക്കിയിട്ട് വേണം എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി അതിനുണ്ടാവണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചൊടിക്കാവൂ, ഒറ്റയടിക്ക് ഒഴിക്കരുത്, ഇത് ലൂസായി പോകും. കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ ഇതേപോലെ ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ ഗോബി 65 നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ ഗോബി 65 വറുത്തെടുക്കാനായിട്ട് ഞാൻ ഇരുമ്പിട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ, കാരണം നന്നായിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് എണ്ണ കുറച്ച് കൂടുതൽ വേണേ. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് സാധനമായാലും വറുക്കാനുള്ളത് ഇടാൻ പാടുള്ളൂ.
എണ്ണ ചൂടായി വരുമ്പം ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മാറിക്കണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. കറിവേപ്പിലൊക്കെ നന്നായിട്ട് പൊട്ടി ആ ഒരു പൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ കോളിഫ്ലവർ ആയിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് എല്ലാം കൂടെ ഇടാൻ നിൽക്കരുത് കേട്ടോ, കുറേശ്ശെ കുറേശ്ശായിട്ട് വറുത്തെടുത്താൽ മതി. എന്നാലേ ഓരോന്നും നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇത്ര എടുത്തോളൂ കേട്ടോ, ആദ്യത്തെ ട്രിപ്പ് ഇത്രയും മതി. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ ഇളക്കരുത് കേട്ടോ. ഒരു വശം ഒരു വിധമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഉടനെ ഏറി ഇളക്കിയാൽ മസാലയൊന്നും അതിനകത്ത് പിടിക്കത്തില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ പരസ്പരം ഒട്ടിയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം അതൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാവേ. കുറേശ്ശെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓരോ തവണ ഫ്രൈ ചെയ്യുമ്പോഴും കുറേശ്ശെ പച്ചമുളകും കൂടി അതിനകത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിലൊന്ന് കോരി എടുക്കാം. നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് കോരാം. നമ്മുടെ ഗോബി 65 തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കിഡിലൻ ടേസ്റ്റാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും കിഡിലൻ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലേ. ഇതിന് പണിയൊന്നും ഇല്ലല്ലോ. നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.